സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഒരു നല്ല ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മുടെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായിട്ട് ഒരു കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. ഹൈറേഞ്ചിൽ നിന്നാണ്, കുമളിയിൽ നിന്ന്. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന ഓരോ ദൈവമക്കളുടെ മേലും കർത്താവിൻ്റെ കരത്തിൻ്റെ സ്പർശനം ഉണ്ടാകുവാൻ, അവനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവമഹത്വം വെളിപ്പെടുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം മുറ്റുമായി സമർപ്പിക്കുകയാണപ്പ. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം, വൻകാര്യങ്ങളെ ചെയ്യണം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ ദാസനെ ഒരു പ്രാവശ്യം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചാട്ട് വൻകാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ കർപ്പിക്കുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ കുമളിയിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് വലിയ ബലത്തിന് കാരണമായി തീരുവാൻ ഇടയായി തീരട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ്സൺ വിനു ഫിലിപ്പ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടെ ഈ കർത്താവിൻ്റെ ദാസനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനൊരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് നമുക്ക് അവസരം കിട്ടിയതല്ലേ? തീർച്ചയായിട്ടും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ പോകുമായിരുന്നെന്ന് കേട്ടു. എങ്ങനെയുണ്ട് ഹെൽത്തൊക്കെ? എങ്ങനെയുണ്ട് ഇപ്പം? ഹെൽത്തൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. ശരി. എന്ത് പറ്റിയതായിരുന്നു? എനിക്കൊരു ബോൺ ക്യാൻസറാണ്. അതിൻ്റെ ഒരു അപൂർവ രോഗമാണ്. ബോൺ ക്യാൻസർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു പ്രത്യേകതരം രോഗമാണ് എനിക്ക് പിടിപെട്ടത്. ശരി. ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം ചെയ്യുന്നത്? ഇപ്പം എൻ്റെ രോഗത്തെ സംബന്ധിച്ച് അതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഇനിയിപ്പോൾ ഇല്ലെന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ അഭിപ്രായം. അതൊരു ട്യൂമറാണ്. അത് ശരീരത്തിൻ്റെ എൻ്റെ ഇടുപ്പലിനകത്താണ് സംഭവിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടൊരു മരുന്നോ ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്ന് അമൃതയിലെ ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെ അഭിപ്രായം അങ്ങനെയാണ്. അതായത് നമ്മൾ സാധാരണ ഒരു ക്യാൻസർ വരുമ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ അതൊന്നും ഫലപ്രദമല്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്, അല്ലേ? ഫലപ്രദമല്ല. അത് 25 റേഡിയേഷൻ കഴിഞ്ഞു. ഇനി ആ ഇടുപ്പിനകത്തുള്ള ട്യൂമർ വളരാൻ പാടില്ല. അത് വളർന്നാൽ ഡേഞ്ചറാണ്. അതെ. അപ്പോൾ ഇപ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അതും ഇതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നോ? അല്ല, എനിക്ക് എൻ്റെ വലതുകാലിന് സ്വാധീനമില്ല. ഈ ട്യൂമർ ഇടുപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ കാലിൻ്റെ ഞരമ്പിലേക്ക് രക്തഓട്ടമില്ല. അതുകൊണ്ട് കാലിന് ബലക്കുറവുള്ളതുകൊണ്ട് നടക്കാൻ അസാധ്യമാണ്. എന്നാലും കുറച്ചൊക്കെ നടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് പോയതല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു സമരം, ഒരു വലിയ യുദ്ധത്തെ നേരിടുന്ന സമയത്താണ് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി പ്രിയ കർത്താദാസൻ ഡേവിഡ്സൺ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പരിചയപ്പെടാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം നമുക്ക്. കുമളിയിലാണെന്ന് പറഞ്ഞു. ജനിച്ചു വളർന്നൊക്കെ കുമളിയിലാണോ? എവിടെയാണ് സ്വദേശം, മാതാപിതാക്കൾ, പാസ്റ്റർ കുടുംബം, അങ്ങനെയുള്ള ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. ഞാൻ ഇടുക്കി ജില്ലയിൽ കുമളി എന്ന് പറയുന്ന സ്ഥലത്ത് അമരാവതി ആണ് എൻ്റെ ശരിയായ സ്ഥലം. അമരാവതി AKG എന്ന് പറയുന്ന മനുഷ്യൻ സത്യാഗ്രഹം കടന്ന ആ ഒരു സമരഭൂമിയാണ് എൻ്റെ ജന്മനാടെന്ന് പറയുന്നത്. 1974 എൻ്റെ ജനനം. കുമളി തന്നെയായിരുന്നു എൻ്റെ ജനനം. ഞാൻ വിദ്യാഭ്യാസം ചെയ്തത് കുമളി അമരാവതി ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് കുറച്ചു കാലം ഏഷ്യൻ ബൈബിൾ കോളേജിൽ ആത്മീയയാത്രയുടെ ബൈബിൾ കോളേജിൽ ഒരു 6 മാസക്കാലം
സ്റ്റഡി ചെയ്തു. അതിനുശേഷം ഗോസ്ബൽ നാഷണൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ സംഘടന ചേർന്ന് നോർത്ത് ഇന്ത്യയിലായിരുന്നു എൻ്റെ കുറേ കാലത്തെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. എൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ ഒരു കർഷക കുടുംബമായിരുന്നു. പിതാവ്, മാതാവ്, അച്ഛൻ്റെ പേര് ഫിലിപ്പ്, അമ്മയുടെ പേര് തങ്കമ്മ. ഞങ്ങൾ 2 മക്കളാണ്. എൻ്റെ സഹോദരി, അദ്ദേഹം താമസിക്കുന്നത് കോട്ടയം പാമ്പാടിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. പിന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കോട്ടയം പാമ്പാടി കൂരോപ്പട സ്ഥലത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഭാര്യ, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ. മൂത്ത ആളുടെ പേര് ഹന്ന, രണ്ടാമത്തെ മോളുടെ പേര് ഹെലീന. മൂത്തയാള് BSc നേഴ്സിംഗ് പഠിച്ച് ഇനി 2 ആഴ്ച കൊണ്ട് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ക്ലാസ് തീരുന്നു. രണ്ടാമത്തെ മോള് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ വേരോടൊപ്പം തന്നെ ഒരു വർക്ക്ഷോപ്പിൽ ഒരു ജീവനക്കാരനായിരുന്നു. ഞാൻ 10-20 വർഷം ഒരു വർക്ക്ഷോപ്പിൽ ജീവനക്കാരൻ കൂടി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രോഗം പിടിപെട്ടിട്ട് ഏതാണ്ട് 2020 ഈ രോഗ ലക്ഷണം ആരംഭിച്ചത്. അതിനുശേഷം കാര്യമായി ജോലിക്ക് ഒന്നും പോകാനായിട്ടോ ഒന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് പൂർണ്ണ സമയവും. കാരണം ശരീരത്തിൻ്റെ അവസ്ഥകൾ മുഖാന്തരം മറ്റെങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണെങ്കിലും കർത്താവിൻ്റെ വേലയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഓൺലൈൻ വഴി അല്ലാതെ കടന്നു കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസന് ദൈവം നൽകിയിട്ടുള്ള ധൈര്യത്തിനും ബലത്തിനുമായിട്ടൊക്കെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വലിയ ഒരു തീച്ചുള്ളിലൂടെയാണ് പോകുന്നതെങ്കിലും നമ്മുടെ പ്രേക്ഷകരെ പുഞ്ചിരിയോടുകൂടെ ഫേസ് ചെയ്യുവാൻ ഒക്കെ ദൈവം തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ ജീവിതാനുഭവം ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ, നമ്മൾ കേൾക്കാൻ റെഡിയാണ്. കർത്താവിൻ്റെ ദാസന് സമയങ്ങളെടുക്കാം. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനവും സ്നേഹവന്ദനവും കുമളിയിൽ നിന്ന് അറിയിക്കുന്നു. എനിക്കിതുപോലൊരു അവസരം നൽകിത്തന്ന ബഹുമാന്യ ദേവദാസനോട്, ഈ ചാനലിനെ പരിചയപ്പെടുത്തിയ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ സാബു ഛത്തീസ്ഗഡ് അവர்களോടുള്ള ഹൃദയംഗമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് ഡേവിഡ്സൺ വിനു ഫിലിപ്പ് എന്നാണ്. വിനു എന്ന് തന്നെ എല്ലാവരും വിളിക്കും. ഞാൻ ഇടുക്കി ജില്ലയിൽ കുമളി അമരാവതി വന്ന കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. മലകളും കുന്നുകളും ഒക്കെയുള്ള, എപ്പോഴും ചാറ്റൽ മഴയൊക്കെയുള്ള വളരെ തണുപ്പുള്ള ഒരു പ്രദേശമാണ് എൻ്റെ ഗ്രാമമെന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ. ഞാൻ ഏകദേശം 13 വയസ്സുള്ളപ്പോൾ ദേവദാസന്മാരുമായിട്ട് കൂട്ടുകൂടുകയും കർത്താവിൻ്റെ വേലയിൽ ഏതാണ്ട് 13 വയസ്സ് മുതൽ ഞാൻ കർത്താവിൻ്റെ വേല തുടങ്ങിയതാണ്. എന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു തന്നത് എൻ്റെ ആത്മീയ ഗുരുവായിരിക്കുന്ന പാസ്റ്റർ KY ഏലിയാസ് എന്ന ദേവദാസനാണ്. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. ബൈബിളിൻ്റെ ആദ്യ പാഠങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ വൃത്തിനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. 13 വയസ്സ് മുതൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുകയും എൻ്റെ SLC പഠനത്തിന് ശേഷം വീണ്ടും പല ടീമുകളിലും കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ആയിട്ട് ഞാൻ കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. അതിനല്പം കൂടെ വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. ആഗ്രഹം എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് ഗോസ്പൽ ഫോർ ഏഷ്യ ആത്മീയാത്രയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ 6 മാസമുള്ള ഹ്രസ്വകാല കോഴ്സിൽ ഞാൻ പങ്കെടുക്കുകയും അത് പാസ്സാകുകയും അവരുടെ ടീമിൽ തന്നെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള
വേല ചെയ്യാനുള്ള ഭാഗ്യം എൻ്റെ യൗവനകാലത്ത് എനിക്കുണ്ടായി. അതിനുശേഷമായിട്ട് വീണ്ടും കർത്താവിൻ്റെ പേരുടെ ബന്ധത്തിൽ ഗോസ്പൽ ആക്ഷൻ ഫെലോഷിപ്പ്, ആദിവാസികൾ, ചേരിനിവാസികൾ, കുഷ്ഠരോഗികൾ, യാചകർ എന്നിവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ സംഘടനയുണ്ട്. അതിൽ ചേർന്ന് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാനായിട്ട് കർത്താവ് ഭാഗ്യം തന്നു. അതെല്ലാം എൻ്റെ നല്ല യൗവന സമയത്ത് തന്നെയാണ്. ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകാനും അനേകരെ കാണാനും വചനം സംസാരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. എന്നാൽ കുറച്ച് വർഷത്തിന് ശേഷം എനിക്ക് തിരികെ എൻ്റെ ഭവനത്തിലേക്ക് വരേണ്ട ഒരാവശ്യം എനിക്ക് ഉണ്ടായതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് വീണ്ടും ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നതിന് ശേഷം സഭാ ചാർജ് എന്ന് പറഞ്ഞാൽ എടുത്തില്ല. ചെറിയ ടീം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോയി. ആ മുൻപോട്ട് പോകുന്ന സമയത്ത് തന്നെ നമുക്കൊരു സാമ്പത്തിക സ്രോതസ്സൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ. അതിനുവേണ്ടി തന്നെ ഒരു വർക്ക്ഷോപ്പിൽ എനിക്കൊരു ജോലി ലഭിക്കുകയുണ്ടായി. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ തടി വർക്ക്ഷോപ്പാണ്. അവിടെ തടി കടയുന്ന ജോലി, ഫർണിച്ചർ പോളിഷ് ചെയ്യുന്ന ജോലിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ 19 വർഷത്തോളം ആ ജോലി ഞാനിങ്ങനെ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ തന്നെ 1997 ഞാനും എൻ്റെ പ്രിയ സ്നേഹിതൻ ബിജു പി ജോൺ കുമളി, ഞങ്ങളിങ്ങനെ ആ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഈ കർത്താവിൻ്റെ വേലയുള്ള ഭയങ്കര ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആഗ്രഹമുണ്ട്. അത് രാത്രിയൊന്നോ പകലൊന്നും ഇല്ല, ഞങ്ങളങ്ങനെ പോകും. അന്ന് വിശപ്പോ ദാഹമോ ഒന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അന്ന് പൈസയൊന്നും കയ്യിലൊന്നും കാണത്തില്ല. അതൊന്നും അന്നത്തെ കഥ അതൊന്നും ഒരു വിഷയമുള്ളതൊന്നുമില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിൻ്റെ വേല ചെയ്യാന്നുള്ളത്. അപ്പം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ആലോചന പറഞ്ഞു, നമുക്കൊരു ടീം ഫോം ചെയ്യണമല്ലോ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. അങ്ങനെ 97 ഒരു പെട്രോൾ ഓട്ടോയ്ക്കകത്തിരുന്ന് ഞങ്ങളൊരു ടീം ഫോം ചെയ്തു. അതിൻ്റെ ഞങ്ങൾ പേര് കൊടുത്തത് VYGC ന്യൂസ്, വിശ്വാസയാത്ര ഗോസ്പൽ ക്ലബ് ആൻഡ് ഗോസ്പൽ ലൈബ്രറി എന്ന് തന്നെ പേര് കൊടുത്തു. അതിന് പേര് കൊടുത്തിട്ട് ഞങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം ഞങ്ങൾക്ക് അറിയില്ല, കർത്താവ് ഞങ്ങൾക്ക് ഗൈഡൻസ് നൽകി തരണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു എംബ്ലം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു എംബ്ലം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്ന് ഇങ്ങനെ ഉറങ്ങിയ സമയത്ത് എനിക്കൊരു എംബ്ലം കർത്താവിനെ കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞത് പേപ്പറിൽ ഇങ്ങനെ വരച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത് പേപ്പറിൽ ഇങ്ങനെ വരയ്ക്കുമ്പം എനിക്കൊരു യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗുഡ് ന്യൂസ് ഇംഗ്ലീഷ് ബൈബിൾ, അങ്ങനത്തെ ഒരു ബൈബിൾ എൻ്റെ സ്നേഹിതൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിങ്ങനെ എടുത്ത് ഇങ്ങനെ ചുമ്മാ മറച്ചു നോക്കുമ്പം ഒരു എംബ്ലം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ ഒന്നും കൂടെ മോഡിഫൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എംബ്ലം കൊടുത്ത് ആ പ്രവർത്തനം ഞാനും എൻ്റെ പ്രിയ സ്നേഹിതനും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവകൃപയാൽ ഇന്നും ആ പ്രവർത്തനം ശക്തമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അതിൻ്റെ നല്ലൊരു ശതമാനം പ്രവർത്തനങ്ങളും ഇന്ത്യയിലും അങ്ങനെ ഒരുപാട് സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് സഹോദരങ്ങളൊക്കെ അതിനകത്ത് മെമ്പേഴ്സായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ ടീം പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുകയും ജോലിയൊക്കെ ചെയ്തിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ 2020 എൻ്റെ വലത് കാലിനൊരു വേദനയുണ്ടായി. 2020 മുമ്പേ ആ വേദനയുണ്ട്, പക്ഷെ ഞാനത് കാര്യമാക്കിയിട്ടില്ല. അപ്പോൾ കാര്യമാക്കിയെന്ന് പറയാൻ കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലെ ഈ പോളിയോ എന്ന് പറഞ്ഞൊരു മാരകമായ രോഗം എന്നെ പിടിച്ചു. ആ മാരകമായ രോഗം എന്നെ പിടിച്ചിട്ട് ഇപ്പം ഹൈ റേഞ്ചിൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഈ രോഗം എന്താണെന്ന് അറിയത്തില്ല. അന്നത് വിദഗ്ധമായ ചികിത്സകളൊന്നും അതിനില്ലല്ലോ. അപ്പം ഈ രോഗം എന്താണെന്ന് അറിയില്ല. എന്നെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും രോഗം എന്താണെന്ന് പിടികിട്ടിട്ട് എനിക്ക് നടക്കത്തില്ല. അപ്പോൾ എൻ്റെ പിതാവ് എന്നെ തോളിൽ ഇട്ടുകൊണ്ടാണ് പല ഹോസ്പിറ്റലിലേക്കും എന്നെ കൊണ്ടുപോകുന്നത്. നടക്കാൻ പറ്റത്തില്ല. അന്ന് ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ്.
അപ്പം എന്നെ അവിടുന്ന് എന്നെ റാന്നി ചെറുകോൽപ്പുഴ എന്ന് പറയുന്നൊരു ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഈ കുഞ്ഞിന് പോളിയോ എന്ന് പറയുന്ന മാരകമായ രോഗമാണ് പിടിപെട്ടിയെന്ന് പറഞ്ഞു. അന്നും എനിക്ക് നടക്കത്തില്ല. എൻ്റെ പിതാവ് എന്നെ തോളിട്ടുകൊണ്ടാണ് അന്നും യാത്ര ചെയ്യുന്നത്. അപ്പം അതിന് ഫലപ്രദമായ ചികിത്സകളൊന്നുമില്ല. കുറച്ച് ഗുളികകളും മരുന്നുകളൊക്കെ തന്നു വിട്ടു. എൻ്റെ വല്യപ്പൻ, എൻ്റെ പിതാവിൻ്റെ അച്ഛൻ, എൻ്റെ വല്യപ്പൻ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസനാണ്. പാസ്റ്റർ ഫിലിപ്പ് ലൂക്കോസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ എൻ്റെ പിതാവ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് സഭയായിട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും സഭയെല്ലാം കൂടെ ചേർന്ന് ദിവസങ്ങളോളം ആഴ്ചകളോളം ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കുകയും അങ്ങനെ ആ പോളിയോ എന്ന് പറയുന്ന മാരകമായ രോഗത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് കർത്താവിനെ പിടിവെച്ചു. സാധാരണ പോളിയോ എന്ന് പറഞ്ഞ രോഗം പിടിപെട്ടാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ്. പക്ഷെ അതൊന്നും സംഭവിക്കാതെ കർത്താവിനെ അത്ഭുതകരമായിട്ട് അന്ന് വിടുവിച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ആ ചെറുപ്പത്തിലുണ്ടായ ആ പോളിയോയുടെ ഒരു എന്തെങ്കിലും ആയിരിക്കാം, ഒരുപക്ഷെ ഈ കാലിൻ്റെ വേദന എന്നാണ് അന്ന് ധരിച്ചിരുന്നത്. അന്നും പല ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തെങ്കിലും ആ കാലിൻ്റെ വേദനയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. ക്രമേണ ആ കാലിൻ്റെ വേദന എൻ്റെ വലതുകാലിൻ്റെ പത്തിയിലേക്ക് ഇറങ്ങി മരുന്നുകൾ കഴിഞ്ഞ് സ്വല്പം ആശ്വാസങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരു പൂർണ്ണമായ മാറ്റം എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഈ വേദന സഹിക്കാതെ വന്നപ്പോൾ ഞാൻ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ പോയി അവിടെ ഡോക്ടറെ കണ്ട് MRI സ്കാൻ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചത് ആ നട്ടെല്ല് തീരുന്ന ഭാഗത്ത് ഒരു ട്യൂമർ ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. ആ ട്യൂമർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷമായിട്ട് ഞങ്ങൾ അവിടെ ചികിത്സിച്ചില്ല. നേരെ ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇത് ക്യാൻസർ ആകാനാണ് കൂടുതൽ സാധ്യത, പേടിക്കൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യ്, കണ്ണൂർ റീജിയണൽ ക്യാൻസർ സെന്റർ അവിടെ ഒരു നല്ല അറിയപ്പെടുന്ന ഡോക്ടറുണ്ട്, നിങ്ങൾക്കൊരു പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിക്കത്തില്ലായിരിക്കും, അപ്പോയിൻമെൻ്റ് എടുത്ത് ഇച്ചിരി ദൂരം നോക്കണ്ട, നേരെ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയും. അങ്ങനെ ഞങ്ങൾ നേരെ കണ്ണൂർ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് പോയി. അവിടെ ചെന്ന് സാധാരണ ആ പ്രൊഫസറെ കാണാൻ പറ്റുന്നതല്ല, പക്ഷെ ഞാൻ കുമളിയിൽ നിന്ന് വന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞ അവിടെ ഇരിക്കെ ഞാൻ വന്ന് രോഗിയെ കണ്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് എന്നെ കണ്ടു. ഞാൻ MRI സ്കാൻ റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം റിപ്പോർട്ട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാൽ ഇത് ബയോപ്സി എടുക്കാൻ പറ്റില്ല, കാരണം ശരീരത്തിൻ്റെ അതുപോലൊരു ഭാഗത്താണ് ഈ ട്യൂമർ ഇരിക്കുന്നത്, ഒരു കാരണവശാലും ബയോപ്സിക്ക് പറ്റുന്നൊരു സ്ഥലമല്ല അത്. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കട്ടെ, ഒരു 8 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ തിരിച്ചു പോന്നു. 8 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കണ്ണൂരിന് പോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്കത് ബയോപ്സിക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഞാൻ ബയോപ്സിക്ക് വിധേയപ്പെട്ടു. ആ ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സിറിഞ്ചാണ്, നല്ല നീളമുള്ള സിറിഞ്ചാണ്. അതിൻ്റെ വയറിലൂടെ കുത്തിയിറക്കി എൻ്റെ നട്ടെല്ല് വരുന്ന ഭാഗത്തോളം ആ സൂചി ഇറക്കി, അതിനകത്ത് മറ്റെന്തോ എയർ സംവിധാനമൊക്കെ ചെയ്ത് അടിച്ച് എടുത്തപ്പം കുപ്പിച്ചില്ല് പോലെ കുറേ കഷ്ണങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. അതവർ ബയോപ്സിക്ക് വിട്ടു. റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു, ആ റിപ്പോർട്ട് വ്യക്തമാകുന്നില്ല, രോഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ഭാഗം ഓപ്പറേഷൻ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഭാഗത്ത് ഒരു പേന കൊണ്ടൊരു പോറൽ പോലും, നമ്മൾ പേന കൊണ്ട് ഇങ്ങനെ പോറില്ല, അങ്ങനത്തെ ഒരു പോറൽ പോലും ആ ഭാഗത്ത് വരാൻ പാടില്ല. അത് അങ്ങനത്തെ ഒരു സ്ഥലമാണത്. അതുകൊണ്ടത് ഭയങ്കര ആ ഒരു വിഷയമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് റീജിയണൽ ക്യാൻസർ ഞങ്ങൾ ഈ പോന്നിട്ട് ഞാൻ കേരളത്തിൽ ഞാൻ വന്നിട്ട് വീണ്ടും കർത്താവിൻ്റെ വേലയും ജോലിയുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതൊരു കാലസകീര വേദനയുണ്ട്. അപ്പോൾ ആ വേദന എൻ്റെ തള്ളവിരലിലേക്ക്, കാലിൻ്റെ തള്ളവിരലിലേക്ക് വന്നു. തള്ളവിരലിലേക്ക് കയറി ആ തള്ളവിരലിൻ്റെ ചലനശേഷി ഇല്ലാതായി. പിന്നെ ബാക്കിയുള്ള 4 വിരലും കുറെ ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. ആ സ്പർശനശേഷിയില്ല. ഞാൻ കാല് വലിച്ചു വലിച്ചാണ് നടക്കുന്നത്. എനിക്കൊരു രീതിയിലും മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എൻ്റെ ശരീരം മാറ്റപ്പെട്ടു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അന്നേരവും ഈ രോഗമുള്ളപ്പോഴും ഞാൻ അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ കർത്താവിൻ്റെ വേലയും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, വാഹനമൊക്കെ ഓടിക്കുന്നുണ്ട്. സന്തോഷമായിട്ട് തന്നെ ഞാൻ അന്നേരം പോകുന്നത്. എനിക്കതിനകത്തൊരു ടെൻഷനൊന്നും ആ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 2023 ആയപ്പോഴത്തേക്കിന് ഞാൻ ശരിക്കും ശാരീരികപരമായിട്ട് ക്ഷീണിതനായി. ഞാനിങ്ങനെ ഒരു ദിവസം കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ വയറിനകത്തൊരു മുഴ ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു പക്ഷേ എല്ലാവർക്കും അങ്ങനത്തെ ഒരു സംവിധാനം വയറിനകത്ത് കാണുമായിരിക്കും എന്നൊരു ചിന്തയാണ് എനിക്കുണ്ടായത്. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ എൻ്റെ വയറിനകത്ത് എന്തോ ഒരു മുഴ പോലെ കാണുന്നുണ്ട്, അത് എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ശരിയാ അച്ചാച്ച, വയറിനകത്തൊരു മുഴ പോലെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇടുക്കി ജില്ല നെടുങ്കണ്ടം എന്ന സ്ഥലത്തോ ഉള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മാവൻ്റെ മോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു. പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് വാ, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. അദ്ദേഹം എന്നെ പരിശോധിച്ചു, സ്കാനിങ്ങിന് എഴുതി തന്നു, സ്കാൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആകണം, കാരണം ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ റിപ്പോർട്ടൊക്കെ ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പോൾ ആ ഡോക്ടർ ചോദിച്ചത്, ഇത്രയും നാള് നിങ്ങൾ എവിടെയായിരുന്നു, ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്, നിങ്ങൾ മരണത്തിന്റെ വക്കിലാണ്, വളരെ സീരിയസ് ആണ് നിങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്നെ പരിശോധിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ വയറിലേക്ക് മുഴ വന്ന സമയത്ത് എനിക്ക് യൂറിൻ പോകുന്നില്ല, കൃത്യമായിട്ട് മോഷൻ പോകുന്നില്ല. അപ്പോൾ ഈ വയറിനകത്തുണ്ടായ ഈ മുഴയുടെ ആ ഒരു പവർ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കാതിരിക്കുന്നത്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മോഷൻ പോകുന്ന ഭാഗങ്ങളൊക്കെ അടഞ്ഞിരിക്കുകയാണ്, യൂറിൻ പോകുന്ന ഭാഗങ്ങളൊക്കെ അടഞ്ഞിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യത്തക്ക നിലയിൽ നിങ്ങൾ ക്രമീകരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞു. ആകപ്പാടെ ഞങ്ങൾക്കൊരു സങ്കടമൊക്കെ ഉണ്ടായെങ്കിലും തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ സഹോദരി പറഞ്ഞു, നീ ഒന്നും കൊണ്ടും പേടിക്കൊന്നും വേണ്ട, നമുക്ക് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമൃത ഹോസ്പിറ്റൽ എന്താണെന്നോ അവിടെയൊക്കെ സാധാരണക്കാരന് പോകാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. ഞങ്ങൾ എന്താണെങ്കിലും അമൃത ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഈ ഡോക്ടർ റിപ്പോർട്ടുകളൊക്കെ 2020 മുതലുള്ള ഡോക്ടർമാർ റിപ്പോർട്ടുകളൊക്കെ കാണിച്ചു. അവർ നോക്കിയപ്പോൾ അമൃതയിലെ ഡോക്ടർ ഡൽവിൻ തോമസ് എന്ന് പറയുന്ന ഡോക്ടറാണ് എന്നെ പരിശോധിച്ചത്. അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ, ഇത് വളരെ സീരിയസ് ആണല്ലോ,
അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഡോക്ടർ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം. നമുക്കൊന്ന് ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് 2023 എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ എൻ്റെ ഈ നട്ടെല്ലിൽ തുടങ്ങിയ ആ ഒരു ട്യൂമർ അത് വളർന്ന് 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 എൻ്റെ വയറിനകത്ത് കയറി. അത് നമ്മുടെ ഈ മരക്കൂണ് പോലെ ഇരിക്കും ആ ട്യൂമർ. അതിങ്ങനെ വളർന്ന് വയറിനകത്ത് കയറി എൻ്റെ യൂറിൻ ബ്ലാഡറിനെയൊക്കെ അത് അടച്ചു. അത് ശരീരത്തിന്റെ വിവിധ അവയവങ്ങളുടെ ഇടവഴിയെല്ലാം അതിങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. ആ ട്യൂമർ കയറി നിറഞ്ഞാണ് എൻ്റെ വയറിനകത്ത് മുഴ പോലെ ആയിത്തീർന്നു. അപ്പോൾ ഡോക്ടർമാർ തന്നെ അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ എന്നെ കാണിച്ച സംഭവങ്ങളൊക്കെ. ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ കയറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നുന്നു. താങ്കൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കിത് വളരെ അത്ഭുതമാണെന്ന് പറഞ്ഞു. എങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാമെന്ന് ഡോക്ടർ പറയുകയും 2023 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും അവർക്കത് പൂർണ്ണമായിട്ട് എൻ്റെ ശരീരത്തിൽ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു 30% ട്യൂമർ ഇപ്പോഴും എൻ്റെ ഇടുപ്പിനകത്ത് ഇപ്പോഴും ഉണ്ട്. അതവർക്ക് നീക്കം ചെയ്യാൻ അസാധ്യമായൊരു സംഭവം തന്നെയാണ്. കാരണം അത് ചെയ്താൽ എങ്ങനെയായി തീരുമെന്നും അവർക്കും ഒരു ആശങ്കയുണ്ട്. അവസാനം എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ക്യാൻസർ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ക്യാൻസർ ആണ് രോഗം. അപ്പം 20 റേഡിയേഷൻ കഴിഞ്ഞു, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഈ ഡോക്ടർമാർക്ക് എന്നെക്കുറിച്ച് യാതൊരു പ്രതീക്ഷ അവർക്കില്ല. അങ്ങനെ എൻ്റെ ഈ ചങ്കിന്റെ ഇവിടെ മുതൽ ഈ താഴ്ഭാഗം, നാവിയുടെ താഴ്ഭാഗം വരെ ഇങ്ങനെ കീറിയാണ് ഒരു ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഒരു 5 ലിറ്ററിന്റെ ബക്കറ്റ്, ആ ബക്കറ്റിനകത്ത് നിറച്ചുള്ള സാധനം ഒരു ഓപ്പറേഷൻ എടുത്തു, കണ്ടിച്ചെടുത്ത് അവർ. അത്രത്തോളം വസ്തുക്കൾ എൻ്റെ വയറിനകത്ത് കയറി വ്യാപിച്ചിരുന്നു. എന്നെ ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് റൂമിൽ എന്നെ അഡ്മിറ്റ് ആക്കിയിട്ട് സാധാരണ മുറിവ് കരിയുന്ന സമയം കഴിഞ്ഞിട്ടും എൻ്റെ മുറിവ് കരിയുന്നില്ല. എൻ്റെ കുത്തിക്കെട്ടുകളെല്ലാം വിട്ടുപോയിട്ട് ഓരോ ദിവസം ചെല്ലുന്നതോറും എൻ്റെ മുറിവ് തുറന്നു വരികയാണ്. ഡോക്ടർമാര് രാവിലെ വരും, അവര് കുത്തിക്കെട്ടും, കെട്ടുകണക്കിന് പഞ്ഞി വെച്ച് അത് ബൈൻഡ് ചെയ്യും. സന്ധ്യയാകുമ്പോൾ വീണ്ടും ആ കുത്തിക്കെട്ട് പൊട്ടിപ്പോകും, വീണ്ടും ഓരോന്ന് കുത്തിക്കെട്ടും, പഞ്ഞി വെച്ച് കെട്ടും. ഈ മുറിവ് നിൽക്കുന്നില്ല, മുറിവ് കരിയുന്നില്ല, മുറിവ് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. തുറന്നിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരം കണ്ടമാനം വീക്കായി. ഇങ്ങനെ ഒരു തുണി മാത്രമേ ശരീരത്തിൽ കിടപ്പുള്ളൂ. ഏതാണ്ട് 30 ദിവസത്തോളം അമൃത ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ ബെഡിൽ മാത്രം കിടക്കുകയാണ്. കാരണം ഈ മുറിവ് കരിയുന്നില്ല. അവസാനം ഡോക്ടർമാരോട് ചോദിച്ചു, എന്തുകൊണ്ട് എൻ്റെ മുറിവ് കരിയുന്നില്ല? അവര് പറഞ്ഞ്, ആ മുറിവ് കരിഞ്ഞോളും, ഇത്ര വലിയ ഓപ്പറേഷൻ അല്ലായിരുന്നോ, സാരമില്ല, മുറിവ് കരിവെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 13 മണിക്കൂറായിരുന്നു എൻ്റെ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ കിട്ടിയ അനസ്തേഷ്യ അതെൻ്റെ ശരീരത്തെ ശരിക്ക് ബാധിക്കുകയും എൻ്റെ വലതുകാലിന്റെ പൂർണ്ണമായ ചലനശേഷി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പൊ ഒരു തരത്തിലും എല്ലാ രീതിയിലും ഞാൻ ശാരീരികമായിട്ട് ശരിക്കും ടയേർഡായി. മുറിവ് കരിയുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല. അവസാനം ഡോക്ടർമാർ എന്നെ നിർബന്ധമായിട്ട് അവിടെ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു.
പോയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. കാരണം അവരുടെ പ്രതീക്ഷകളെല്ലാം ഏകദേശം അവസാനിച്ചു. ഞാൻ മരിക്കുമെന്നൊരു ധാരണ ഡോക്ടർമാർക്കും ഉണ്ടായി. എന്നെ കാണാൻ വേണ്ടി വന്ന എല്ലാവരും പറഞ്ഞു അദ്ദേഹം 2 ആഴ്ച പോലും ജീവിച്ചിരിക്കുമ്പോൾ സംശയമാണ്. എൻ്റെ അമ്മാവൻ എന്നെ കാണാൻ വന്നിട്ട് വീട്ടിൽ പോയി പറഞ്ഞു, നമ്മുടെ ബിനു ഇനി അധികാലം ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവൻ്റെ ശരീര അവസ്ഥകൾ അത്രത്തോളം ഭയാനകമാണെന്ന് പറഞ്ഞു. എനിക്ക് പെരുമ്പാവൂര് എൻ്റെ സ്നേഹിതനുണ്ടായിരുന്നു, സ്തോത്രം, പാസ്റ്റർ ഷിജു വർഗീസ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വാടകയ്ക്ക് എടുത്ത് ഒരു വീട് ഇവിടെ കിടപ്പുണ്ട്, ഇപ്പൊ തൽക്കാലം ഹൈറേഞ്ചിന് പോകണ്ട, ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വൈഫ് എന്നെയും കൊണ്ട് പെരുമ്പാവൂര് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അങ്ങനെ അവിടെ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോഴെൻ്റെ മുറിവൊന്നും കഴിഞ്ഞിട്ടില്ല, നടക്കാനൊന്നും പറ്റത്തില്ല. എന്നെ താങ്ങിയാണ് കൊണ്ടുപോകുന്നത്. നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വളരെ ശാരീരികമായിട്ട് ഒത്തിരി പീഡയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഇങ്ങനെ യൂറിൻ ഒരു സ്ഥലത്തൂടെ യൂറിൻ പോയിക്കൊണ്ടിരിക്കുന്നു, ബ്ലഡ് ഒരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു സങ്കടത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഞങ്ങളെ പെരുമ്പാവൂരിൽ നിന്ന് രാത്രി ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച, കർത്താവേ, ഈ മുറിവ് കരിയുന്നില്ല, ഈ മുറിവ് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്, ഡോക്ടർമാരും കൈവിട്ടിരിക്കുകയാണ്. കർത്താവ്, ഒന്നെങ്കിൽ കർത്താവ് ഈ മുറിവിനെ കരിച്ചു തരണം. ഇതുപോലെ ജഡത്തിൽ കഷ്ടം അനുഭവിക്കാൻ കർത്താവ് സമ്മതിക്കരുത്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ കരം ചേർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ മുറിവ് ഇങ്ങനെ തുറന്നു തന്നെ ഇരിക്കുകയാണ്, അതും മുറിവ് കൂടിയിട്ടില്ല. അന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. അപ്പോൾ ഒരു കെട്ട് പഞ്ഞി ആ മുറിവിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് വേണം ബൈൻഡ് ചെയ്യാനായിട്ട്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പഞ്ഞി മുഴുവൻ രക്തമായിരിക്കും, രക്തവും പഴുപ്പുമായിരിക്കും മൊത്തം. അങ്ങനെ ഓരോ കെട്ട് പഞ്ഞി ഓരോ ദിവസവും വേണം. അത് കൂടാതെയുള്ള ആ വ്രണത്തിനകത്ത് എടുക്കുന്ന ടെസ്റ്റുകൾ, ഇതെല്ലാം ഉണ്ട്. ഒത്തിരി കഷ്ടത്തിൽ പോകുമ്പോൾ അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. നേരം വെളുത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എൻ്റെ മുറിവ് ഒന്ന് നോക്കാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ ആ പഞ്ഞി പതുക്കെ പറിച്ച് മാറ്റി നോക്കിയപ്പോൾ, അത്ഭുതം എന്ന് പറയട്ടെ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, ആ തുറന്നിരുന്നതിൻ്റെ മുറിവ് അതൊന്നു ചേർന്നിട്ട് നമ്മൾ പെൻസിൽ ഇങ്ങനെ വരച്ചിട്ട് റബ്ബറിന് തൂത്ത് കളയുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ കർത്താവ് മുറിവിനെ കൂട്ടിച്ചേർത്തു. ഒറ്റ രാത്രി കൊണ്ട് ഒരു ചെറിയൊരു പൊട്ടുപോലെ, നമ്മുടെ നെറ്റിയൊക്കെ തൊട്ടുന്ന പൊട്ടുപോലെ മാത്രം അവശേഷിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആ മുറിവ് കർത്താവ് കൂട്ടിച്ചേർത്തു. വളരെ അത്ഭുതകരമായിരുന്നു. എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ മാറി മാറി നോക്കി, ഇതൊരു ഇനി എനിക്ക് എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മാസം ഇരുന്നു. ഡോക്ടറെ കാണേണ്ട സമയമായി. അപ്പോയിൻമെന്റ് ഡോക്ടറെ ഞങ്ങൾ കാണാൻ പോവുകയാണ്. കാണാൻ പോകുമ്പോൾ ഞാനവിടെ കയറി ചെന്ന് ഡോക്ടർ ഡാൽവൻ ഡോക്ടറെ കാണാൻ വേണ്ടി കയറി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ അടിമുടി നോക്കി. അടിമുടി നോക്കിയിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ്, നിങ്ങൾ ഒരു ലോട്ടറിയാണ്. ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്താ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ ഇങ്ങനെ എൻ്റെ മുൻപിൽ വന്നിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി.
ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഡോക്ടർ, ഇതിന്റെ ബാക്കി ചികിത്സയുടെ കാര്യങ്ങൾ എങ്ങനെയാ? എന്താ, നമുക്ക് ബാക്കി റേഡിയേഷൻ ചെയ്യണം, 25 റേഡിയേഷൻ ചെയ്ത് നമുക്ക് നോക്കാം, ബാക്കിയുള്ള ട്യൂമർ നമുക്ക് കരിച്ചു കളയാൻ പറ്റുമോ നോക്കാമെന്ന്. അങ്ങനെ പ്രിയരെ, ഞാൻ ആ 25 റേഡിയേഷനും ആ ഹോസ്പിറ്റലിൽ തന്നെ എടുത്തു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ അമൃത ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പോലുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ല. അപ്പൊ ഈ ഓപ്പറേഷൻ മുമ്പ് തന്നെ എനിക്ക് ഈ രോഗമാണെന്നൊക്കെ മനസ്സിലായി. ഞാൻ ഓപ്പറേഷൻ വിധേയപ്പെടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ 10ാം ക്ലാസ് ബാച്ച്, ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, കൂട്ടായ്മയുണ്ട്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ ഇന്നപോലൊരു കഷ്ടത്തിലാണ്, ഇന്ന ഹോസ്പിറ്റലാണ്. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് വെക്കൂ, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എനിക്ക് എൻ്റെ ആ ഒരു ഓപ്പറേഷൻ തന്നെ 7 ലക്ഷം രൂപ അമൃത ഹോസ്പിറ്റലിൽ ചെലവായി. അതെല്ലാം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഭക്കാരും എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എന്നെ അറിയാവുന്നവരെല്ലാം കൂടി എന്നെ സഹായിച്ചിട്ടാണ് ആ ഒരു ഓപ്പറേഷനെ വിധേയപ്പെടുന്നത്. അങ്ങനെ റേഡിയേഷനെ കഴിഞ്ഞു. ആ ട്യൂമറുകൾ ബാക്കി അങ്ങനെ തന്നെ ഇരിക്കുന്നു. പിന്നെയും ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ആ ട്യൂമർ അവിടെ തന്നെ ഉണ്ട്, നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ ഡോക്ടർ പറഞ്ഞത്, അതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇനിയുള്ള ട്യൂമർ അത് വളർന്നാൽ നിങ്ങൾക്കത് അപകടമാണ്. ഞാൻ ചോദിച്ചു, വളരാതിരിക്കാൻ മറ്റു മരുന്ന് വല്ലതും ഉണ്ടോ? ഈ രോഗത്തിന് ഒരു മരുന്നാകട്ടെ ഗുളികയാകട്ടെ ഒന്നുമില്ല. എനിക്ക് കീമോതെറാപ്പി എനിക്ക് ചെയ്തിട്ടില്ല. ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് ഗുളികകളോ മരുന്നുകളോ ഞാൻ കഴിച്ചിട്ടില്ല. ആ ഡോക്ടർ പറഞ്ഞ കുറച്ച് മരുന്നും ഗുളിക ഞാൻ എഴുതിത്തരാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ഇത്രയും കഠിനമായ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എത്ര വലിയ കഠിനമാകുന്ന രോഗമായിക്കോട്ടെ, രക്ഷപ്പെടാൻ ഒരു ചാൻസും നമുക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യന്റെ മോഷൻ പോകുന്ന ഭാഗം അടഞ്ഞു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറിൻ പോകുന്ന ഭാഗം അടഞ്ഞു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരനുഭവിക്കുന്ന മാനസികതകൾ നിസ്സാരമായ കാര്യമൊന്നുമല്ല, നിസ്സാരമായ കാര്യമല്ല. ഇപ്പോഴും ഞാൻ അതിൻ്റെ പരിണതഫലം ഇപ്പോഴും ഞാൻ ജഡത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ പോലുള്ള മനുഷ്യൻ ചെയ്യുന്ന പോലെ യൂറിൻ പാസ് ചെയ്യാനോ മോഷൻ പോകാൻ എനിക്ക് ഇപ്പോഴും സാധ്യമല്ല. എങ്കിലും എൻ്റെ കർത്താവ് എന്നെ ശക്തമായിട്ട് ഓരോ ദിവസം നടത്തിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും മരണഭീതി എൻ്റെ മേൽ വീണിരുന്നു. എനിക്ക് അത്ര നിരാശയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, സങ്കടം തോന്നിയിട്ടൊന്നുമില്ല. ഒരു അസാധാരണമായ ഒരു ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചിരുന്നു. ഞാൻ അന്നും പ്രാർത്ഥിച്ച, കർത്താവേ, എനിക്ക് 13 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരു സൈഡിലേക്ക് 20 കിലോമീറ്ററും തിരിച്ച് 20 കിലോമീറ്റർ നടന്ന് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തതാ. ഞങ്ങളുടെ കുമളിയിൽ ഒട്ടകത്തലമേട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്ഥലമുണ്ട്, ഒട്ടകത്തലമേട് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ അപ്പുറത്തെ സ്ഥലമാണ് ബംഗ്ലാദേശ് എന്ന് പറയും, ബംഗ്ലാദേശ്. കുമളിയിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് ബംഗ്ലാദേശ് വരെ 20 കിലോമീറ്റർ അടുത്തുണ്ട്. ആ 20 കിലോമീറ്റർ തിരിച്ച് നടന്ന് 40 കിലോമീറ്റർ ദിവസം നടന്ന് കർത്താവിൻ്റെ വേലയിട്ടുണ്ട്. അപ്പൊ ഞാൻ രോഗക്കിടയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ്, എനിക്ക് ഒരിക്കൽ കൂടെ ആ 40 കിലോമീറ്റർ നടന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കൊരു ആഡംബര ജീവിതത്തോടൊന്നും അത്ര വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല. വണ്ടി ഉണ്ടെങ്കിലേ യാത്ര ചെയ്യൂ, നല്ല ഭക്ഷണം വേണം,
അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും എനിക്ക് അന്നും ഇല്ല, എനിക്കിന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ കർത്താവ്, എനിക്ക് വീണ്ടും ആ 40 കിലോമീറ്റർ എനിക്കൊന്ന് യാത്ര ചെയ്യണം. ആ യൗവനകാലത്തുണ്ടായിരുന്ന ആ കാല് എനിക്കൊന്ന് തിരിച്ചു തരണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനേക ദേവാസന്മാരിൽ കൂടെ ഉള്ള വചനങ്ങളൊക്കെ എന്നെ ധൈര്യപ്പെടുത്തി. അപ്പൊ ആ രോഗാവസ്ഥയിലും ഞാൻ മരിച്ചു പോകുന്ന സ്ഥാനത്ത് പോലും എന്നെ ധൈര്യപ്പെടുത്തിയതൊക്കെ ദൈവത്തിന്റെ വചനമാണ്. ഡോക്ടർമാർ കൈവിടപ്പെട്ടപ്പോഴും, ബന്ധുമിത്രാദികൾ ഞാൻ തിരിച്ചു വരത്തില്ല എന്ന് ചിന്തിച്ചപ്പോഴും എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റുമ്പോൾ അവർ പ്രത്യേകം പേപ്പർ ഇങ്ങനെ എഴുതിയിട്ട് എന്നോട് എൻ്റെ വൈഫിനോടും പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഇദ്ദേഹം 2 ദിവസം അബോധാവസ്ഥയിൽ കിടക്കാൻ സാധ്യത കൂടുതലാണ്. 90% അദ്ദേഹം 2 ദിവസം അബോധാവസ്ഥയിൽ കിടക്കും. അപ്പൊ നിങ്ങൾ ആരും ബഹളമൊന്നും ഉണ്ടാക്കരുത്, ഇദ്ദേഹം ബോധനിലയത്തിൽ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. 2 ദിവസം അദ്ദേഹം അബോധാവസ്ഥയിൽ കിടക്കും. തന്നെയല്ല, അദ്ദേഹത്തിന്റെ മോഷൻ പോകുന്ന ഭാഗം കട്ട് ചെയ്ത് ബോഡിക്ക് വെളിയിൽ ക്രമീകരിക്കേണ്ടി വരും. അതിന് നിങ്ങൾ അനുവാദം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, സാറേ, എനിക്ക് അതിനോട് മാത്രം എനിക്കൊരു യോജിപ്പ് വരുന്നില്ല എന്ന് പറഞ്ഞ് ആ മോഷൻ പോകുന്ന ഭാഗം വെളിയിൽ വെക്കാൻ മാത്രം ഒരു ക്രമീകരണം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിടൂ, അതൊന്നും സാരമില്ലൂ, ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഇതൊക്കെ വെച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, കളക്ടർമാരുണ്ട്, IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസുകാരൊക്കെ ഉണ്ട്, താൻ പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല സാറേ, എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ബ്ലീഡിങ് നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്, ഒരുപാട് ഈ രോഗമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, അതിൽ നിങ്ങളുടെ പൂർണ്ണ സഹകരണം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നു. പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ടീം വർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്നെ രാവിലെ 7 മണിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റിയപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പുകാർ 7 മണിക്ക് മുട്ടമ്പലിരുന്നു എല്ലാവരും. സന്ധ്യയ്ക്ക് 7:30ക്കാണ് എന്നെ ഓപ്പറേഷൻ ഇറക്കുന്നത്. ആ 7:30 വരെയും എൻ്റെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ ടീം പ്രവർത്തകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ബോധം വീഴുമെന്ന് പറഞ്ഞ ഞാൻ അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതിൽ ആദ്യം ബോധം തെളിയും ഞാനാ. ഫസ്റ്റിലെ ആദ്യമേ കണ്ണു തുറക്കുന്നത് ഞാനാ. കണ്ണു തുറന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്യും ഞാൻ. ഒരു ഡോക്ടർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞത്, സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മോഷൻ ബാഗൊന്നും വെളിയിൽ വെക്കേണ്ടി വന്നിട്ടില്ല, കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, പേടിക്കൊന്നും വേണ്ട, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാനിതിങ്ങനെ പറയുമ്പോഴും പ്രിയരെ, ഞാൻ കടന്നുപോയ വഴിയെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ ജഡത്തിൽ എന്തുമാത്രം വേദന അനുഭവിക്കാമോ, ആ വേദന കൂടെ എല്ലാം ഞാൻ കടന്നുപോയി. ആ സമയത്തെല്ലാം പരിശുദ്ധാത്മാവ് എനിക്ക് തുണയായിട്ട് നിന്നു എന്നുള്ളതാണ്. ഈ യൂറിൻ പോകാൻ വേണ്ടി ഒരു ട്യൂബ് ഇട്ടിരിക്കുന്നു, വേസ്റ്റുകൾ പോകാൻ വേണ്ടി വേറെ ട്യൂബ് ഇട്ടിരിക്കുന്നു, എൻ്റെ ഈ പെടല് വഴി ഒരു ട്യൂബ് ഇട്ടിരിക്കുന്നു, മൂക്കിനകത്തൊരു ട്യൂബ് ഇട്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും ഞാൻ ഒരു ജീവശവം പോലെ ഇങ്ങനെ കിടക്കുന്ന സന്ദർഭങ്ങളാണ്. ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ ഒരു വർഷത്തോളം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ യൂറിൻ ബാഗ് ഉപയോഗിക്കണം. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് പാടാനും പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് ഈ യൂറിൻ ബാഗും വെച്ചുകൊണ്ട് എനിക്ക് പോകാൻ ഒരു അസാധ്യമാണ്. അപ്പോൾ അവർ പറഞ്ഞ്, പാടാനും പ്രാർത്ഥിക്കാനൊക്കെ വരട്ടെ, പോകാനൊക്കെ വരട്ടെ. ഞാൻ പറഞ്ഞു, എനിക്കത് വളരെ അസാധ്യമാണ്, എനിക്ക് അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല, കാരണം ഇതും ആയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണെന്ന് ഞാൻ പറഞ്ഞു.
അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കലശലായിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് ഉണ്ടായി. യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വരാത്തൊരു കഠിനമായ വേദന. അവർ ട്യൂബ് മാറി മാറി യൂസ് ചെയ്തിട്ടും എൻ്റെ യൂറിൻ ഇൻഫെക്ഷൻ മാറുന്നില്ല. ഓരോ ദിവസം ചെല്ലുന്നോറും എൻ്റെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ കഞ്ഞിവെള്ളം പോലെ എൻ്റെ യൂറിൻ ഇങ്ങനെ പോകുകയാണ്. ഞാൻ ആ സമയത്ത് ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ കുമളി വന്നായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ റെക്കോർഡുമായിട്ട് കുമളിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തോട് കളിക്കാതെ, തമാശ എടുക്കാതെ പെട്ടെന്ന് തന്നെ യൂറിൻ പോലുള്ള ബാഗ് ഇട്ടോളാൻ പറ, അല്ലെങ്കിൽ ഇത് വൻ അപകടമാകുമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ശക്തമായിട്ട് ദിവസം പ്രാർത്ഥിക്കുകയും, ഞാൻ രാവിലെ എന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കും. ഞാൻ അന്നും വെള്ളം കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് മാറ്റിത്തരണം. എനിക്കിങ്ങനെ ട്യൂബ് ഇട്ടുകൊണ്ട് മുൻപോട്ട് പോകാനെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, യൂറിൻ എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നെ ലാബിൽ കൊണ്ടുപോയി എൻ്റെ വൈഫിനെ യൂറിൻ എടുക്കുന്ന കാണിച്ചു കൊടുത്തു. അങ്ങനെ ചില മാസങ്ങൾ ഞങ്ങൾ തന്നെ ട്യൂബ് യൂറിൻ എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു അത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അതും ശരീരത്തിന് ഹാനികരമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ യൂറിൻ ബാഗ് തന്നെ നിങ്ങൾ ഇടണം, അതാണ് നിങ്ങൾക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഞാൻ പ്രാർത്ഥിച്ച് കഴിക്കുമായിരുന്നു. ഞാൻ അന്നും ഇതുപോലെ പ്രാർത്ഥിക്കായിരുന്നു, കർത്താവേ, എനിക്ക് ഈ മൂത്രത്തിൽ പഴുപ്പെന്നുള്ള രോഗം എനിക്ക് മാറ്റിത്തരണം. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ സാധാരണ മനുഷ്യന്റെ പോലുള്ള യൂറിൻ പോകുന്ന കാണുവാൻ തക്കൊന്നും ഇടയായി തീർന്നു. ആ ഓപ്പറേഷന് ശേഷം ഓരോ മണിക്കൂറുകളിലും ദൈവത്തിന്റെ അത്ഭുതം കണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഡോക്ടർമാർ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞ സ്ഥാനത്ത്, മരിച്ചു പോകുന്ന വിധിയുടെ സ്ഥാനത്ത് ദൈവത്തിന്റെ സാന്നിധ്യം എനിക്കുണ്ടായിരുന്നു. അതെന്റെ കഴിവല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കൾ, എന്നെ നോക്കിയ ഡോക്ടർമാര്, എന്നെ ശുശ്രൂഷിച്ച നേഴ്സുമാര്, അവരുടെ എല്ലാം കഴിവാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരവസരം കർത്താവ് തന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും കഠിനമാകുന്ന രോഗത്തിലൂടെ, പ്രത്യേകിച്ച് ക്യാൻസറിലൂടെ ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, ഡോക്ടർമാർ സമയക്കുറിച്ച് തന്നെങ്കിലും നീതിമാനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ആ രേഖകളൊക്കെ മാറ്റി എഴുതും. 2023 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട ഞാൻ ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി എൻ്റെ 51ാമത്തെ പിറന്നാളായിരുന്നു. 51 വയസ്സ് വരെ ജീവിക്കാനുള്ള ഭാഗ്യം എന്നെ കർത്താവ് തന്നു. ഇനിയും ദൈവം എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ തന്നെ ഞാൻ കടന്നു പോകുന്ന ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ എൻ്റെ ഈ സാക്ഷികൾക്ക് നിങ്ങൾ ഒരിക്കലും നിരാശരായി തീരരുത്, നിരാശര വാക്കുകൾ പറയരുത്. അസാധ്യമെന്ന് മനുഷ്യൻ പറയുന്ന സ്ഥാനത്ത് അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മിനിസ്ട്രിയെ നിങ്ങൾ ഓർക്കണം.
ഞാൻ കുമളിയിൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ദൈവസഭയുടെ സഭാ ശുശ്രൂഷനായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 2023 ശേഷം കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇന്നും പല സ്ഥലങ്ങളിൽ കടന്നുപോയി പരസ്യങ്ങൾ നടത്തുവാനും ദൈവം സംസാരിപ്പാനും ഒക്കെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും രോഗക്കിടക്കയാണ് സങ്കടപ്പെടരുത്. ആ രോഗക്കിടക്കയിൽ വെച്ചും നമ്മളെ കൊണ്ട് കർത്താവിൻ്റെ ആഗ്രഹം സാധിപ്പിക്കുവാൻ കർത്താവിന് ദയ തോന്നും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തെ ഓർക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കണം. തുടർന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ ഒരു ചാനലിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിലൂടെ അനേകരും സാക്ഷ്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ സാക്ഷ്യം അനേകരെ ജീവിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. സമയം തന്ന പ്രിയ സാറിനും കേട്ട് നിങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വാചകം വിരമിക്കുന്നു. കർത്താവെ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു വിനു പാസ്റ്ററെ. വാക്കുകളില്ല കടന്നുപോയ ജീവിതാനുഭവങ്ങൾ. നമ്മളൊരു പ്രായക്കാരാണ്. ഞാനും 74 ജനിച്ചതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് അത് തന്നെ ഒരു വലിയൊരു അടുപ്പം തോന്നുന്നു. ദൈവം ഇനിയും ബലപ്പെടുത്തട്ടെ. ആ 40 കിലോമീറ്ററുകൾ ഇനിയും നടക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ചിലത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അവന് നല്ല പ്രവൃത്തികൾ തികച്ച ശേഷമാണ് അവന് പ്രതികൂലങ്ങൾ വന്നത്. ഒന്നിലധികം പ്രതികൂലങ്ങൾ വന്നത്. പക്ഷെ അവന് ദൈവസന്നിധിയിൽ പറയാൻ ചില നല്ല പ്രവൃത്തികളുണ്ടായിരുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കൺക്ലൂഷനിൽ പറയുന്നതാ, ദൈവമേ അത് എനിക്ക് നീതിക്കായി കണക്കിടണമേ. ഞങ്ങളുടെ ചർച്ചിൽ ഇടയ്ക്കൊക്കെ വന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ ഹസ്ബൻഡ് ഒരു സ്ട്രോക്ക് വന്ന് വളരെ സീരിയസ് ആയിട്ട് ഇനിയും പുറത്തേക്ക് വരികയില്ല, വന്നാലും എഴുന്നേൽക്കുകയില്ല എന്നൊരു കണ്ടീഷനിൽ ബോംബെയിലെ ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആൻറ്റി ആ ICUവിൻ്റെ വെളിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ നിൻ്റെ മകൻ നിൻ്റെ രാജ്യത്തിന് വേണ്ടി ആലയം പണിയാൻ ഒത്തിരി കല്ല് ചുമന്നതാ. പണ്ടത്തെ കഥയാ. നിൻ്റെ ആലയം പണിയാൻ വേണ്ടി ഈ മനുഷ്യൻ ഒത്തിരി കല്ല് ചുമന്നതാ കർത്താവേ, അത് ഇപ്പോൾ ഒന്ന് കണക്കിടണം. ദൈവം നീതിയുള്ള ദൈവമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം പറയുന്നു, അവന് വേണ്ടി നാം ചെയ്തത്, ചിലവായത്, ചിലവിട്ടത് മറന്നു കളവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. എബ്രായർ 6. അപ്പോൾ ഞാനതെല്ലാം ഒന്നിച്ച് ക്ലെയിം ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. അതെല്ലാം ദൈവം നീതിക്കായിട്ട് കണക്കിടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു വാക്യം 37-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. നീതിമാനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. നീതിമാൻ എന്ന് പറയുമ്പോൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. 23-ാം വാക്യം പറയുന്നു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അടുത്ത വാക്യം, അവൻ വീണാലും നിലംപരിചാകുകയില്ല. ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകില്ല. അവൻ വീഴുകയില്ലെന്നല്ല, രോഗം വരാം, പ്രശ്നം വരാം. പ്രോവേർബ്സ് സദൃശവാക്യം പറയുന്നത്, നീതിമാൻ വീണാലും 7 പ്രാവശ്യം വീണാലും അവൻ ബൗൺസ് ബാക്ക് ചെയ്യും, അവൻ തിരിച്ചെഴുന്നേൽക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്. ദൈവമക്കൾക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല വേദോസം പറയുന്നത്. എന്നാൽ നമ്മൾ പ്രാർത്ഥനയാൽ അതിനെയൊക്കെ അതിജീവിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ സാക്ഷ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയും പറയത്തക്കവണ്ണം, ഒരു 2ാമത്തെ ഭാഗം ഇനിയും പറയത്തക്കവണ്ണം ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കും. നീതിമാൻ വീണാലും നിലം പരിചാകുകയില്ല. അതിൻ്റെ കാരണം അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. നമ്മുടെയൊക്കെ കൈപിടിച്ച് കർത്താവുണ്ടല്ലേ?
ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസന് ഈ സാക്ഷ്യം ഇങ്ങനെ പുഞ്ചിരിയോടുകൂടെ പറവാൻ കഴിയുന്നത്. ലോകമനുഷ്യരാണെങ്കിൽ നിരാശപ്പെട്ട് തകർന്ന്, പക്ഷെ നമുക്കൊരു വലിയ ഹോപ്പുണ്ട്. നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഇയ്യോബൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ അവസാനത്തോളം പ്രത്യാശ മുറുകെ പിടിച്ച് യുദ്ധം ചെയ്യുന്നവരാ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങി ഒരു സമരത്തിലൂടെ പോവുകയാണെന്ന്. ഈ ജീവിത സമരത്തിൽ കർത്താവിൻ്റെ ഇറങ്ങി നമ്മെ വിടുവിക്കുന്ന അനുഭവങ്ങൾ ഇനിയും ഉണ്ടാകും. പ്രാർത്ഥിക്കാം. പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. ഈ സാക്ഷ്യം കേട്ടവർ എല്ലാവരും പ്രിയ കർത്താവിൻ്റെ ദാസനു വേണ്ടി പ്രാർത്ഥിക്കും. അനേകരുടെ പ്രാർത്ഥന വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും. കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ. വൈഫിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കർത്താവ് സഹായിക്കട്ടെ. അവരൊക്കെ തരുന്ന സപ്പോർട്ട്, ഈ വേദനയിൽ അവർ തരുന്ന കൂട്ടായ്മ, അതവർക്കും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പറയാൻ വിട്ടുപോയതോ മറ്റോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയത് മറ്റോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എന്തെങ്കിലും അനുഭവങ്ങളോ പ്രേക്ഷകരോടോ പറയാനുള്ളതുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ല എങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിനു പാസ്റ്ററിനെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാറേ, എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ പ്രേക്ഷകരാരെങ്കിലും ഇങ്ങനെ രോഗാവസ്ഥയോടെ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണം നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തെ മുറുകെ പിടിച്ചോണം. ദൈവത്തെ മുറുകെ പിടിച്ചോണം. ലോകം പലതും പറയും, ലോകം നമ്മളെക്കുറിച്ച് പലതും പറയും. അതൊന്നും ശ്രദ്ധിക്കാൻ പോകരുത്. ശ്രദ്ധിക്കാൻ പോകാതെ ദൈവവചനത്തെ നമ്മളങ്ങ് മുറുകെ പിടിച്ചോണം. ഒരു കപ്പൽ ഓടിക്കുന്ന ഒരു കപ്പിത്താൻ്റെ ലക്ഷ്യബോധം നമുക്കുണ്ടെങ്കിൽ ആ കപ്പിത്താൻ പ്രതികൂലങ്ങളെ കണ്ട് കപ്പൽ തിരിച്ചു വിടത്തില്ല. അദ്ദേഹം നേരെ മുൻപോട്ട് തന്നെ വിടത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഇതുപോലെ ഒരുപാട് തിരമാല കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഭയപ്പെടത്തില്ല. അത് കവർ ചെയ്ത് പോകാൻ ധൈര്യം ഉണ്ട്. ഇതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ശാരീരികമായിട്ടൊക്കെ പ്രയാസങ്ങളുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. ഡോക്ടർമാർ പറഞ്ഞൊക്കെ ശരിയാണ്, അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ശരിയാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് ഡോക്ടർമാർ തരുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ക്യാൻസർ എന്ന് എഴുതിയപ്പോൾ ഞാനൊരു വാക്കേ പറഞ്ഞുള്ളൂ, എനിക്ക് ആ ഒരു രോഗമില്ല. എനിക്കൊരു രോഗമുണ്ട്, അത് ക്യാൻസർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് 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 അങ്ങനെ ഒരു വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നു. രോഗക്കിടക്കെ മാറ്റിയിരിക്കുന്ന കർത്താവുണ്ട്. രോഗം എന്തായിക്കോട്ടെ, ആ രോഗക്കിടക്കെ മാറ്റി പിരിക്കും. എന്നോടൊപ്പം രോഗികളായിരുന്ന പലരും ഇന്ന് ഈ ലോകത്തിലില്ല. അവരൊക്കെ ഈ രോഗത്താൽ അവരെല്ലാം മാറ്റപ്പെട്ടു പോയപ്പോഴും കർത്താവ് എന്നെ നിലനിർത്തുന്ന ഉദ്ദേശം എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കാനുണ്ട്. പ്രത്യേകമായിട്ട് എൻ്റെ ടീം പ്രവർത്തനത്തെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ പൂർത്തീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാം ആ ടീം വർക്കിലൂടെ എനിക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയ സാരം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ചോദിക്കുകയാണ്. കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി വേണം. ഇപ്പോൾ ഞാനൊരു വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ വീടെന്ന് പറഞ്ഞൊരു ഹൈറേഞ്ചിനെ ഹൈറേഞ്ച് നമുക്ക് അറിയാമല്ലോ, ഒരു മലയുടെ മുകളിലാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ ഈ കാലം കൊണ്ട് എനിക്ക് വീട്ടിലേക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഒരു ചവിട്ടുപടി മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇടുക്ക് വഴിയാണ്, വാഹന സൗകര്യമൊന്നുമില്ല, അങ്ങോട്ട് കയറി പോകാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാനൊരു വാടക വീട്ടിൽ ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം. ഇതിനൊക്കെ മാറ്റം ഉണ്ടായി മിനിസ്ട്രി വളരണം. എല്ലാ രീതിയിലും എനിക്ക് ഏറ്റവും ആഗ്രഹം മിനിസ്ട്രിയാണ്. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം മിനിസ്ട്രിയാണ്. ജീവൻ തന്ന കർത്താവിന് വേണ്ടി ജീവൻ പോകുവോളം വേല ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. ദീദാസിനെ ഇനി അനേകർക്ക് അനുഗ്രഹമായി നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും, മാതാപിതാക്കളെയും, കുഞ്ഞുങ്ങളെയും, ദേവദാസന്മാരെയും, സ്വദേശത്തും വിദേശത്തുമായി ശ്രമിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ ആരെങ്കിലും മാനസിക പ്രയാസത്തോടെ കടന്നു പോകുന്നുവെങ്കിൽ
രോഗാവസ്ഥയിൽ കടന്നു പോകുന്നുവെങ്കിൽ, സാമ്പത്തിക ബാധ്യതയിൽ കടന്നു പോകുന്നുവെങ്കിൽ, ഭാവിയെ ഓർത്ത് കരയുന്നുവെങ്കിൽ, കുടുംബത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് കരയുന്നുവെങ്കിൽ, കർത്താവ് ഏതെല്ലാം വിഷയങ്ങൾ ഓരോ മക്കൾ അനുഭവിക്കുന്നുവോ അവരുടെ വിഷയത്തിന്മേൽ കർത്താവിൻ്റെ അത്ഭുത കരം വെച്ച് അവർക്കെല്ലാം വിടുതലും ആശ്വാസവും സൗഖ്യം കൊടുത്ത് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്ഷീണം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരു പ്രത്യേക കർത്താവ് ഒരു അത്ഭുതമായ ശക്തി വരെ വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കാട് സ്തോത്രം ചെയ്യുന്നു. ഓരോ മക്കളെ അനുഗ്രഹിച്ച കൃപയ്ക്കാട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് ലീഡ് ചെയ്ത അങ്ങയുടെ ദാസനെ അനുഗ്രഹിച്ച കൃപയ്ക്കാട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കാട് നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ്റെ വലിയ നാമത്തിന്റെ പിതാവേ, ആമേൻ, 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 ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച കർത്താവിൻ്റെ പാസ്റ്റർ ഡേവിഡ്സൺ വിനു ഫിലിപ്പിൻ്റെ മേൽ, തൻ്റെ ശുശ്രൂഷകളുടെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. ഇത്രയും വേദനിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും നമുക്ക് വേണ്ടി സമയം അനുവദിച്ചതിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളൊരു സമയത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശാരീരികമാകുന്ന ഈ ഒരു വേദനയുടെ അനുഭവത്തിലൂടെ പോകുന്നത് കൊണ്ട്, ട്രീറ്റ്മെൻറ്റ്, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് പോസ്റ്റ്പോണ്ട് ചെയ്ത് വെക്കേണ്ടി വന്നു. എന്നാലും ഇപ്പോൾ അതിന് ഒരു സാഹചര്യം ഒരുക്കി നൽകിയതിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുക, പ്രേക്ഷകരുടെ നന്ദി പറയുക. ദൈവം സഹായിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.